ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ് ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ എന്താ പ്രോസസ് ആക്ടിവിറ്റീസ്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത് അവിടെ വരുന്ന ആക്ടിവിറ്റീസിനെ ചേർത്തിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. Real software processes are interleaved sequence of technical, collaborative, and managerial activities with the overall goal of specifying, designing, implementing, and testing a soft system. ഓക്കെ, അപ്പൊ അതായത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വരുന്ന സ്പെസിഫിക്കേഷൻ, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് പ്രോസസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ 4 ആക്ടിവിറ്റീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അഥവാ ഇത് ചിലപ്പോ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താ പ്രോസസ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു. കാരണം ഇതൊരു 1 hour സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ചാൻസ് ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രോസസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ 4 പ്രോസസ് ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു സ്പെസിഫിക്കേഷൻ, ഡെവലപ്മെന്റ്, വാലിഡേഷൻ ആൻഡ് ഇവല്യൂഷൻ. അപ്പൊ സ്പെസിഫിക്കേഷൻ ആണ് ആദ്യത്തെ ടോപ്പിക്. അപ്പൊ നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ? അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് ആ സോഫ്റ്റ്വെയർ മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എന്തൊക്കെ സർവീസസ് ആണ് ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അവിടെ എന്തൊക്കെ കൺസ്ട്രെയിൻസ് വരുന്നതെന്നും അത് ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കൺസ്ട്രെയിൻസ് വരുമെന്നും എന്തൊക്കെ സർവീസ് ആണ് യൂസർക്ക് വേണ്ടതെന്നും ഒക്കെ വരുന്ന ആ ഒരു പ്രോസസ് ആക്ടിവിറ്റിയാണ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is particularly a critical stage of software process. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഇത് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സിസ്റ്റം യൂസേഴ്സിൽ നിന്ന് അവിടെ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്ത് നമ്മൾ അതവിടെ ചെക്ക് ചെയ്യാനാണ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ 2 ലെവൽസ് ഉണ്ട്. എൻ യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് നീഡ് ഹൈ ലെവൽ സ്റ്റേറ്റ്സ് ഓഫ് റിക്വയർമെന്റ്സ്. പിന്നെ സിസ്റ്റം ഡെവലപ്പേഴ്സിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ് വേണ്ടത്. അപ്പോൾ സിസ്റ്റം സ്പെസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസർക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേണ്ടത്, അതായത് അവരുടെ ഗോൾസ് എന്തൊക്കെയാണ്, പിന്നെ അവിടെ എന്തൊക്കെ സിസ്റ്റം ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കൺസ്ട്രെയിൻസ് വരും, അതൊക്കെ ഐഡന്റിഫൈ ചെയ്തൊക്കെയാണ് സിസ്റ്റം സ്പെസിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഓരോ സ്റ്റേജസ് ആണ് സിസ്റ്റം സ്പെസിഫിക്കേഷനിൽ വരുന്ന ഓരോ സ്റ്റേറ്റ്സ് ആണ്. അതായത് ആദ്യം ഫീസിബിലിറ്റി സ്റ്റഡി. അതായത് ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതായത് ഈ ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ ടെക്നിക്കലി പോസിബിൾ ആണോ, നമ്മളെ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫേസ് ആണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് അവിടെ തയ്യാറാക്കും, ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്നത് റിക്വയർമെന്റ് എലിസിറ്റേഷൻ അനാലിസിസ് ആണ്. അതായത് ഇവിടെ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ് സിസ്റ്റത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ആ സിസ്റ്റം എന്ത് ചെയ്യണം എന്നാണ് കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസ്. എന്നിട്ട് നോക്കും അവര്, അത് എന്നിട്ട് കുറച്ച് മോഡൽസ് ഡെവലപ്പ് ചെയ്ത് നോക്കും, അതായത് പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കി നോക്കും. അടുത്തതാണ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അതായത് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഇവിടെ പറയുന്നത് വെച്ചാല് നമ്മൾക്ക് ഇവിടെ നടത്തിയ ആക്ടിവിറ്റി, അതായത് മീൻസ് ഇവിടെ നമ്മൾ റിക്വയർമെന്റ് എലിസിറ്റേഷൻ അനാലിസിസ് നടത്തി. അതായത് അവിടെ നടത്തുന്ന പ്രോസസ് എന്താ വെച്ചാൽ പറഞ്ഞായിരുന്നു, അതായത് ഇവിടെ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കി നോക്കും, പിന്നെ എന്താണ് അവിടെ യൂസറിന് വേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഫേസ് ആണ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ അനാലിസിസ്. അപ്പൊ ഇവിടുന്ന് കിട്ടിയതിനെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുമോ, അതായത് നമ്മൾ ഇവിടുന്ന് എന്താണ് സിസ്റ്റം മോഡൽസിനെ ഉണ്ടാക്കും, പിന്നെ അതിനെ റിക്വയർമെന്റ് മോഡൽസോട്ട് ആക്കാം, റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ 2 തരത്തില് റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. യൂസർ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്, സിസ്റ്റം റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. യൂസർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അബ്സ്ട്രാക്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് യൂസർ റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ റിക്വയർമെന്റ് വാലിഡേഷൻസ് എന്ന് വെച്ചാൽ ഈ കൊടുത്ത റിക്വയർമെന്റ്സ് ഒക്കെ തന്നെ എന്താണ് അവിടെ ഓക്കെ ആണോ, മീൻസ് അവിടെ എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്സ് ആണ്, മീൻസ് ടെസ്റ്റിംഗ് ആണ്. പിന്നെ രണ്ടാമത്തതാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നമുക്കിനി ഈ കളക്ട് ചെയ്ത സ്പെസിഫിക്കേഷനെ ഒക്കെ നമുക്കിനി എന്ത് വേണം, ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് കിട്ടിയ റിക്വയർമെന്റ് ഡോക്യുമെന്റേഷൻ നമുക്കിനി എന്ത് വേണം, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ആക്കി നമുക്കതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം നമുക്കിനി ഫർദർ ടെസ്റ്റിംഗിലോട്ടൊക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഇൻടു ആൻ എക്സിക്യൂട്ടബിൾ സിസ്റ്റം. ഓക്കെ, സോഫ്റ്റ്വെയർ ഡിസൈൻ എ സോഫ്റ്റ്വെയർ സ്ട്രക്ചർ ദാറ്റ് റിയലൈസസ് ദ സ്പെസിഫിക്കേഷൻ. ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റം ആക്കി നമ്മൾ മാറ്റണം. പിന്നെ ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ദി സ്ട്രക്ചർ ഇൻ ആൻ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം. ഇത് ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം ആക്കി നമ്മൾ മാറ്റണം. അപ്പൊ അവിടെ വരുന്നത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആക്ടിവിറ്റീസിന്റെ ഒരു സ്ട്രക്ചർ ആണിത്.
ഡിസൈൻ ഇൻപുട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഇൻഫർമേഷൻ, അതായത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത് അതിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, അതായത് നമ്മളിവിടെ ഡോക്യുമെന്റ് ചെയ്ത സാധനങ്ങൾ, യൂസറിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ, മീൻസ് അവർക്ക് അവരെന്തൊക്കെയാണ് സിസ്റ്റത്തിന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡിസൈന്. പിന്നെ ഡാറ്റ ഡിസ്ക്രിപ്ഷൻസ്, അത് മൂന്നുമാണ് നമ്മൾ ഡിസൈൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഡിസൈൻ ആക്ടിവിറ്റീസ് ആയിട്ട് ആർക്കിടെക്ചറൽ ഡിസൈൻ പറയുന്നുണ്ട്, ഇന്റർഫേസ് ഡിസൈൻ പറയുന്നുണ്ട്, കമ്പോണന്റ് ഡിസൈൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേർ യു ഐഡന്റിഫൈ ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം, ദ പ്രിൻസിപ്പൽ കമ്പോണൻസ്, ദ റിലേഷൻഷിപ്പ് ആൻഡ് ഹൗ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഓവറോൾ സ്ട്രക്ചർ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് എന്തെന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ആ കമ്പോണൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് ആർക്കിടെക്ചറൽ ഡിസൈനിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇന്റർഫേസ് ഡിസൈൻ എന്ന് വെച്ചാൽ വേർ യു ഡിഫൈൻ ദ ഇന്റർഫേസ് ബിറ്റ്വീൻ സിസ്റ്റം കമ്പോണൻസ്. ആ സിസ്റ്റത്തിനകത്ത് വരുന്ന കമ്പോണൻസ് തമ്മിലുള്ള ഇന്റർഫേസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇന്റർഫേസ് സ്പെസിഫിക്കേഷൻ മസ്റ്റ് ബി അൺഅംബിഗസ്. ഓക്കെ, പിന്നെ കമ്പോണന്റ് ഡിസൈൻ വേർ യു ടേക്ക് ഈച്ച് സിസ്റ്റം കമ്പോണന്റ് ആൻഡ് ഡിസൈൻ ഹൗ ഇറ്റ് വിൽ ഓപ്പറേറ്റ്. അതായത് കമ്പോണന്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓരോ സിസ്റ്റം കമ്പോണൻസ് നമ്മൾ എടുത്തിട്ട് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യും. പിന്നെ ഡാറ്റാബേസ് ഡിസൈനകത്ത് വേർ യു ഡിസൈൻ ദ സിസ്റ്റം ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഹൗ ദീസ് ആർ ബി റെപ്രസെന്റഡ് ഇൻ ദ ഡാറ്റാബേസ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഡാറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യും. Okay, the work depends on whether an existing database is to be reused or new database is to be created. അപ്പോൾ പുതിയത് ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളതിനാണ് അവിടെ വർക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഡിസൈൻ ആക്ടിവിറ്റീസിൽ വരുന്നത്. അതെല്ലാം നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്തിട്ട് സിസ്റ്റം ആർക്കിടെക്ചർ, ഡാറ്റാബേസ് സ്പെസിഫിക്കേഷൻ, ഇന്റർഫേസ് സ്പെസിഫിക്കേഷൻ ആൻഡ് കമ്പോണന്റ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, പിന്നെ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം, ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട്. അതായത് സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ടി ഒരു എൻവയോൺമെന്റ് ആണ്, അതാണ് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Software must be provided and its performance and dependability requirements. The system is to process existing data, then the description of the data may be included in the platform specification. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ വെച്ചിട്ട് വേണമെങ്കിൽ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡാറ്റ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. അതർവൈസ് ഡാറ്റ ഡിസ്ക്രിപ്ഷൻ മസ്റ്റ് ബി an input to the design process so that the system data organization to be defined. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് സിസ്റ്റം വാലിഡേഷൻ. അപ്പോൾ വാലിഡേഷന് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ടും ടെസ്റ്റിംഗ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഈസ് ഇന്റൻഡഡ് ടു ഷോ ദാറ്റ് ദ സിസ്റ്റം കൺഫേംസ് ടു സ്പെസിഫിക്കേഷൻ ആൻഡ് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സിസ്റ്റം കസ്റ്റമർ. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് സിസ്റ്റം മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് സിസ്റ്റം വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെസ്റ്റിംഗ് സ്റ്റേജസ്, നമുക്ക് ടെസ്റ്റിംഗ് ഇസ് കോമൺലി യൂസ്ഡ് V&V ആക്ടിവിറ്റി. വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ആണ് വരുന്ന ടെസ്റ്റിംഗ്സ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജസ് ആണെന്ന് നോക്കാം. 3 സ്റ്റേജ് പ്രോസസ് ഉണ്ട്. ഒന്നാമത്തെ കമ്പോണന്റ് ടെസ്റ്റിംഗ്, പിന്നെ സിസ്റ്റം ടെസ്റ്റിംഗ്, പിന്നെ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ കമ്പോണന്റ് ടെസ്റ്റിംഗ് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുവാണ്, സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്സ് നടന്നില്ല, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കമ്പോണന്റ് ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ്. അപ്പോൾ കമ്പോണന്റ് ടെസ്റ്റിംഗ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ തന്നെ പോവാം, നമുക്ക് അക്സെപ്റ്റൻസ് ടെസ്റ്റിലോട്ട് തന്നെ പോവാം. അക്സെപ്റ്റൻസ് ടെസ്റ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കമ്പോണന്റ് ടെസ്റ്റിംഗിലേക്ക് വരും. ഓക്കെ, so system components are tested. Component defects are discovered early in the process. Then the integrated system is tested. അപ്പോൾ ഓരോ സിസ്റ്റത്തിന്റെ ഓരോ കമ്പോണന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ അവിടെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ വാട്ടർഫോൾ മോഡലിനകത്ത് യൂണിറ്റ് ടെസ്റ്റിംഗ് പറഞ്ഞത്. അപ്പോൾ അതാണ് തന്നെ കമ്പോണന്റ് ടെസ്റ്റിംഗ് വരുന്നത്. അതായത് ഈച്ച് യൂണിറ്റ്, അതായത് ഓരോ കമ്പോണന്റ് അതിന് ടെസ്റ്റ് ചെയ്യും. പിന്നെ അതിനെ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വന്നത്. അപ്പോൾ ഇവിടെ അതായത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഈസ് ടെസ്റ്റഡ്. പിന്നെ അത് കഴിഞ്ഞ് ഫൈനലി എന്ത് ചെയ്യും, ഇത് the system is tested with the customer's data. Customer requirements വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ടെസ്റ്റിംഗ് സ്റ്റേജസ് ഡെവലപ്മെന്റ് ആൻഡ് കമ്പോണന്റ് ടെസ്റ്റിംഗ്. ഇൻഡിവിജ്വൽ കമ്പോണന്റ്സ് ആർ ടെസ്റ്റഡ് ഇൻഡിപെൻഡന്റ്ലി. പിന്നെ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ആസ് എ ഹോൾ അത് ടെസ്റ്റ് ചെയ്യും. അതായത് മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തൊരു സിസ്റ്റം ആക്കിയിട്ട് എന്ത് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യും. അതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. പിന്നെ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത് ആൽഫ ടെസ്റ്റിംഗ് ആണ്. ദിസ് ഇസ് എ ഫൈനൽ സ്റ്റേജ് ഇൻ ദ ടെസ്റ്റിംഗ് പ്രോസസ് ബിഫോർ ദ സിസ്റ്റം ഈസ് അക്സെപ്റ്റബിൾ ഫോർ ഓപ്പറേഷൻ യൂസ്. അതായത് നമ്മൾ ഓപ്പറേഷൻ യൂസിന് കൊടുക്കുന്നതിന് മുന്നായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് acceptance test എന്ന് പറയുന്നത്. The system is tested with the data supplied by the system customer rather than with the simulated test data. അപ്പോൾ നമ്മൾ സിമുലേറ്റഡ് ടെസ്റ്റ് ഡാറ്റേനെ വെച്ചിട്ടല്ല, ഇവിടെ നമ്മൾ കസ്റ്റമറിന്റെ നിന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് വിത്ത് കസ്റ്റമർ ഡാറ്റ ടു ചെക്ക് ദാറ്റ് ദ സിസ്റ്റം വിത്ത് ദ കസ്റ്റമർ നീഡ്സ്, ഇത് കസ്റ്റമർ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടെസ്റ്റിംഗ് ഫേസസ് ഇൻ പ്ലാൻ ഡ്രിവൺ സോഫ്റ്റ്വെയർ പ്രോസസ്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ് പ്ലാൻ ഡ്രിവൺ ആണെങ്കിൽ നമ്മൾ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അതായത് അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യാനും ആ സോഫ്റ്റ്വെയർ പ്രോസസ്സുകൾക്ക് ഒക്കെ തന്നെ ഒരു അഡ്വാൻസ്ഡ് പ്ലാനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആദ്യം നടക്കുന്ന എന്താണ്, റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, സിസ്റ്റം സ്പെസിഫിക്കേഷൻ, സിസ്റ്റം ഡിസൈൻ, ഡീറ്റെയിൽഡ് ഡിസൈൻ നടക്കും. പിന്നെ മൊഡ്യൂൾ ആൻഡ് യൂണിറ്റ് കോഡ് ആൻഡ് ടെസ്റ്റ്.
പിന്നെ subsystem and integration test, system integration test, acceptance test, സർവീസിന് കൊടുക്കും. അപ്പോൾ ഇതാണ് എന്താന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫേസസ് ഇൻ പ്ലാൻ ഡ്രിവൺ സോഫ്റ്റ്വെയർ പ്രോസസ്. ഇപ്പോൾ നമ്മൾ അതിന്റെ acceptance test ഒന്ന് നടത്തുന്നത് നോക്കാം. Alpha test is a type of software testing performed to identify bugs before releasing the product to real users or to the public. അതായത് ബഗ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽഫ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇതൊരു acceptance testing ആണ്. Customer systems are developed for a single client. This alpha testing process continues until the system developer and the client agree that the delivered system is an acceptable implementation of requirement. അതായത് നമ്മൾ റിക്വയർമെന്റ്സിനെ ഒക്കെ തന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്ന് നമ്മൾക്ക് ഈ ആൽഫ ടെസ്റ്റിംഗിലൂടെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ബീറ്റ ടെസ്റ്റിംഗ്. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ the software is to be marketed as a software product, beta testing is used. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ടൈമിലാണ് ബീറ്റ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇവിടെ ആൽഫ ടെസ്റ്റിംഗ് നടത്തുന്നത് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുന്നേ ആണ്. അതായത് ബഗ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആൽഫ ടെസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ ബീറ്റ ടെസ്റ്റിംഗ് മാർക്കറ്റിംഗിലേക്ക് കൊടുക്കുന്നതിന് മുന്നെയാണ് ബീറ്റ ടെസ്റ്റിംഗ് നടത്തുന്നത്. ബീറ്റ ടെസ്റ്റിംഗ് is performed by real users of the software application in a real environment. അപ്പോൾ ഇതിനൊരു റിയൽ എൻവയോൺമെന്റിലാണ് ബീറ്റ ടെസ്റ്റിംഗ് നടത്തുന്നതാണ് റിയൽ യൂസേഴ്സ് ആണ് നടത്തുന്നത്. This involves delivering a system to a number of potential users who agree to use that system. They report problem to the system developers. അവർ problem report ചെയ്യും. This exposes the product to real use and detects errors that may not have been anticipated by the system builder. After this feedback, the system is modified and released either to further beta testing or general side. Alpha testing involves both white box and black box testing. Beta testing commonly uses black box testing. Alpha testing is performed by testers who are usually internal employees of the organization. അത് ഓർഗനൈസേഷനകത്തുള്ള ആൾക്കാരാണ് ആൽഫ ടെസ്റ്റിംഗ് നടത്തുന്നത്. ബീറ്റ ടെസ്റ്റിംഗ് is performed by clients. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഇല്ലാത്ത ആൾക്കാരാണ് ബീറ്റ ടെസ്റ്റിംഗ് നടത്തുന്നത്. ആൽഫ ടെസ്റ്റിംഗ് is performed at developer site. ഏത് ഡെവലപ്പറിന്റെ സൈറ്റിലാണ് ആൽഫ ടെസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ ബീറ്റ ടെസ്റ്റിംഗ് is performed at end user of the product. Reliability and security testings are not checked in alpha testing. Reliability, security, and robustness are checked during beta testing. Alpha testing ensures the quality of the product before forwarding to beta testing. Beta testing also concentrates on the quality of the product but collects users' input on the product and ensures that product is really for real-time users. Alpha testing requires a testing environment or a lab. Beta testing does not require a testing environment or a lab. Alpha testing may require long execution cycle. Beta testing requires only a few weeks of execution. Developers can immediately address the critical issues or fixes the alpha testing. Most of the issues or feedback collected from alpha testing will be implemented in future versions of the product. അടുത്തത് സോഫ്റ്റ്വെയർ ഇവല്യൂഷൻ. അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് എന്താണ് നല്ലൊരു വേർഷൻ സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് ഓരോ കമ്പനികളാണ് ഡെവലപ്പ് ചെയ്ത് അത് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എല്ലാം ഓരോ ബിസിനസ് ആണല്ലേ. ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ ഒക്കെ ഓരോ ബിസിനസ് ആണ്. അപ്പോൾ അവിടുത്തെ റിക്വയർമെന്റ്സ് മാറുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ സോഫ്റ്റ്വെയർ ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെയാണ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ വരുന്നത്. Although there has been a demarcation between development and evolution, it is increasingly irrelevant as fewer and fewer systems are completely new. ഇവിടെ വരുന്ന സ്റ്റെപ്സ് ആണ് ഡിഫൈൻ സിസ്റ്റം റിക്വയർമെന്റ്സ്. അതായത് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റം കാണും അല്ലെ. അപ്പം അവിടുന്ന് അതിന്റെ റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് പുതിയ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യും. ഇനി എന്തൊക്കെ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ വരണം. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സിസ്റ്റത്തിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് അവിടെ കൊടുക്കും. ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ സിസ്റ്റം നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, പുതിയ സിസ്റ്റം ആക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പുതിയ സിസ്റ്റം ആ ഫേസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പഴയ സിസ്റ്റം എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോവാം. അപ്പം പഴയ സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. വീണ്ടും പുതിയ ചേഞ്ചസ് വരുത്തും, നമുക്ക് മോഡിഫൈ ചെയ്യാം. അതാണ് അതായത് ഈ സോഫ്റ്റ്വെയർ റിവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചേഞ്ചസ് വരുത്തിയ സിസ്റ്റം മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഈ റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴയ സ്റ്റേറ്റിലോട്ട് പോവാം. അതായത് പുതിയ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് പുതിയ ചേഞ്ചസ് അതിൽ കൊടുത്ത് വീണ്ടും സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ വരുത്തി പുതിയ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റും.